ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ചെയ്ത സ്കൂബയുടെ വിശേഷങ്ങൾ കേട്ടാലോ? വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചും മോഹിച്ചും കാത്തിരുന്ന് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ ഇത്. കുട്ടിക്കാലം മുതൽ കടലിനടിയിലുള്ള വീഡിയോസും അങ്ങനെ അവിടെ നിന്നുള്ള ഫോട്ടോസൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹം തോന്നും, ഇതൊക്കെ ഒന്ന് ലൈഫിൽ എപ്പോഴെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് വിചാരിച്ചതേയില്ല. പക്ഷേ എന്നാലും സ്വപ്നം കാണാമായിരുന്നല്ലോ. അങ്ങനെ ഞാൻ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു, ഒരിക്കൽ ഞാനും ഒരു സ്കൂബ ഡൈവ് ചെയ്യുമെന്നും അങ്ങനെ ആ ഒരു ലോകത്തേക്ക് ഞാൻ എത്തപ്പെടുമെന്നും ഒക്കെ. അൽഹംദുലില്ലാ, എനിക്കിത് ചെയ്യാൻ പറ്റി, അതും എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം. നമുക്കൊക്കെ വയസ്സ് കുറച്ചായെങ്കിലും ഈ സ്കൂബ ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചു കുട്ടികളുടെ മനസ്സ് പോലെ ആയിരുന്നു കേട്ടോ. അത്ര അതിശയവും അത്ഭുതവും ആകാംക്ഷയും ഒരു തരം വല്ലാത്തൊരു ഫീലിംഗ് ആയിരുന്നു നമുക്ക് ആ കടലിൻ്റെ അടിയിൽ നിന്നപ്പോൾ. നമ്മളാരും ജീവിതത്തിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത പുതിയൊരു ലോകത്തേക്കുള്ള യാത്രയായിരുന്നല്ലോ. അത് ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഇതേപോലെയുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൂട്ടത്തിൽ എനിക്കാണ് കൂടുതലുള്ളതെങ്കിലും ഞാൻ എല്ലാവരെയും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. എൻ്റെ ഈ വരവ് കണ്ടില്ലേ, മണലൊക്കെ വാരി എറിഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മണൽത്തരികൾക്ക് പോലും ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണുള്ളത്. നമ്മൾ ഡൈവിങ്ങിന് ഇറങ്ങുമ്പോൾ തന്നെ അവർ പറയും, നമ്മൾ കടലിനടിയിൽ പോയാൽ ഒരു സാധനത്തിൽ തൊടാൻ പാടില്ല, അവിടെയുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് അതായത് മീനുകൾക്കൊന്നും യാതൊരുവിധ ഡിസ്റ്റർബൻസും ഉണ്ടാക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ കൈയും കാലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമ്മൾ അവരിൽ ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി പോകും. അത്രയും എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ വരികയല്ലേ. പിന്നെ എൻ്റെ ഈ കൈ കൊണ്ടുള്ള തുഴയിൽ കണ്ടാൽ തോന്നും അതുകൊണ്ടാണ് ഞാനിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും അതൊന്നുമല്ല, കാലിൽ അവർ വെച്ച് ബാലൻസ് ചെയ്യുന്നതിൻ്റെ ആ ബാലൻസിലാണ് ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും എൻ്റെ വിചാരം ഞാനിങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പറക്കുകയാണെന്നായിരുന്നു. ഡൈവിന് മുമ്പുള്ള ട്രെയിനിങ്ങിൽ വെള്ളത്തിനടിയിൽ വെച്ച് നമ്മുടെ ബഡിയുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതും അതിന് വേണ്ട കുറേ ഗസ്റ്റേഴ്സും ഒക്കെ അവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടാണ് വിടുന്നത് കേട്ടോ. സ്കൂബ ചെയ്യുമ്പോൾ ശരിക്കും 4 മീറ്ററും 8 മീറ്ററും 12 മീറ്ററും നമുക്ക് മാക്സിമം 12 മീറ്ററാണ് പോകാൻ പറ്റുന്നത്. നമ്മൾ ചെയ്തത് 12 മീറ്ററിൻ്റെതാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, അത്യാവശ്യം ഡീപ്പാണ്. അവിടുന്ന് താഴേക്ക് ഡാർക്കാണ്, നമുക്കൊന്നും വിസിബിൾ ആവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 4 മീറ്ററിനും 12 മീറ്ററിനും ഇടയ്ക്കാണ് നമുക്ക് ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കടലിനടിയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിശയമാണ് കേട്ടോ. ഓരോന്നും നമ്മുടെ കൂടെയുള്ള ബഡി പറയാതിരിക്കാൻ പറ്റില്ല, നല്ല അടിപൊളി ആളായിരുന്നു. നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് തന്ന് നമ്മളെ മാക്സിമം എൻജോയ് ചെയ്യിപ്പിച്ച്, നമ്മളെ മാക്സിമം എന്തൊക്കെ ചെയ്യിപ്പിച്ച് തരാമോ, എവിടെയൊക്കെ കൊണ്ടുപോകാമോ അങ്ങനെയൊക്കെ എല്ലാത്തരം സപ്പോർട്ടും ചെയ്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബഡിയാണ് കേട്ടോ. നമ്മൾ ഈ ഡൈവ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് കടലിനടിയിലേക്ക് പോകുമ്പോൾ പ്രഷറിലുള്ള ഡിഫറൻസ് വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് നമുക്ക് ആ സമയത്ത് അവർ ട്രെയിനിങ് തരും, നമുക്ക് ഈക്വലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ. അതൊക്കെ കൃത്യമായ ടൈമിങ്സിൽ നമ്മളെ ഓർമ്മിപ്പിച്ച് നല്ല ഒരു രീതിയിൽ എന്നെ ശരിക്കും അവിടെ മുഴുവനും കൊണ്ട് കാണിച്ചു കേട്ടോ. ദേ വരുന്നു നമ്മുടെ ആൾക്ക് ആദ്യം ഒരു ഡൗട്ടായിരുന്നു, വേണോ സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. പക്ഷേ ഞാൻ നിർബന്ധിച്ചാണ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക, ലൈഫിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഇറക്കിയതാണ്. പക്ഷേ എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. ആൾക്കത് പറഞ്ഞു, അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സായി പോയെന്നുള്ള രീതിയിൽ. പൊതുവെ എല്ലാവർക്കും കടലിലേക്കൊക്കെ ഇറങ്ങുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്കുള്ള ശ്വാസം വലിക്കാനുള്ള ബുദ്ധിമുട്ട്, ഫീലിങ്സ് അങ്ങനെയുള്ള ആവശ്യത്തിലധികം ടെൻഷൻസുമായിട്ടാണല്ലോ ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് ആളൊന്നും മടിച്ചു നിന്നത്. പക്ഷേ അവിടുന്ന് കിട്ടിയ ട്രെയിനിങ്ങും ഒക്കെ ആയിട്ടൊരു ധൈര്യം സംഭരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ചെയ്തില്ലായിരുന്നെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയി പോയെന്ന് ആൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത്ര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അത്രയും മനോഹരമായ കാഴ്ചകൾ, ചുറ്റിലും നിറയെ മീനുകൾ, ആ മീനുകളുടെ ഇടയിലൂടെ ഇങ്ങനെ അത് ഞാൻ പറയും, ലൈഫിൽ എപ്പോഴെങ്കിലും നമുക്കൊരു ചാൻസ് കിട്ടിയാൽ, എല്ലാവർക്കും പറ്റില്ല കേട്ടോ, പക്ഷേ പറ്റുന്നവർക്ക് ചാൻസ് കിട്ടിയാൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ നമ്മൾ ഈ പഠിച്ചോണ്ടി ദുനിയാവിൽ ഇതൊക്കെ ഒന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് വേണം ജീവിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ പറയാനും പാകത്തിന് അത്ര വിശാലമായ ലോകമൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ വളരെ ചുരുങ്ങിയ എൻ്റെ ഒരു കാലയളവിൽ വളരെ കുറച്ച് സ്ഥലങ്ങളും കുറച്ച് കാര്യങ്ങളും മാത്രം കണ്ടിട്ടുള്ള ഒരാളാണ്. അതിൽ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഗ്രേറ്റ്ഫുള്ളാണ്. എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കാണാൻ പറ്റാവുന്നത്രയും സ്ഥലങ്ങൾ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ബാക്കി സ്കൂബയുടെ കഥ കേൾക്കാം. നമ്മൾ ഡൈവിങ്ങിന് ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബഡ്ഡി ഉണ്ടാവും. അങ്ങനെ അറ്റ് എ ടൈം 2 പെയറായിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ നമ്മുടെ കൂടെ ഒരു ക്യാമറാമാനും ഉണ്ട് കേട്ടോ. കാരണം വിഷ്വൽസൊക്കെ അവരുടെ ക്യാമറയിൽ ഇത്ര ക്ലിയർ ആയിട്ട് കിട്ടുകയുള്ളൂ. അവരുണ്ടാവും. അപ്പോൾ അവർ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. കടലിനടിയിൽ ഇങ്ങനെ അടിപൊളിയായിരുന്നു. എന്തായാലും ഞങ്ങൾ ഡൈവ് ചെയ്ത് 2 സമയങ്ങളിലാണെങ്കിലും കടലിനടിയിൽ വെച്ച് ഞങ്ങൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ, ഇറങ്ങുന്നത് 2 സമയത്തും 2 വഴിക്കുമൊക്കെ ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കറങ്ങി തിരിഞ്ഞ് ഒരുമിച്ച് വരും. അപ്പോൾ പിന്നെ കിട്ടിയ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് 1-2 ഫോട്ടോയ്ക്കുള്ള പോസിംഗ് ഒക്കെ നമ്മൾ അവിടെ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കലാപരിപാടികൾക്കൊക്കെ ശേഷം നമ്മുടെ അടുത്ത 2 ടീം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, അമനും അഫ്ലുവും. അമനെ സംബന്ധിച്ച് വെള്ളവും കടലും മീനുകളുമൊക്കെ അവൻ്റെ ഫേവറേറ്റ് സോണാണ്.
വീട്ടിൽ തന്നെ അത്യാവശ്യം ചെറിയ മീൻ വളർത്തൽ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പോക്ക് അവൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. ഇത്രയധികം മീനുകളെ ഒരുമിച്ചിങ്ങനെ കൂട്ടം കൂട്ടമായി കടലിനടി കാണാൻ പറ്റുമ്പോൾ ആരാണ് എക്സൈറ്റഡ് ആവാത്തത് അല്ലേ? നമ്മളിവിടുന്ന് പോകുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കുട്ടികളെ ഇറക്കുമോ എന്നുള്ളത്. പക്ഷേ അവർ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ റെസ്ട്രിക്ഷൻ പറഞ്ഞിട്ടുള്ളൂ. നമ്മളിപ്പോൾ അമ്മന് മാത്രമേ 12 മീറ്റർ ആഴത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. അഫ്ലേക്ക് ഏജിനെ മാനിച്ച് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് ആകെ 4 മീറ്ററിൽ ചെയ്യാനേ പറ്റിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മളെക്കാളും കൂടുതൽ അവൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വിഷ്വൽസ് കാണാൻ പറ്റിയെന്നാണ് തോന്നുന്നത് കേട്ടോ. അമ്മനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പോകാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ആഴത്തിലൂടെയാണ് കേട്ടോ. നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഡാർക്കാണ്, നമുക്കൊന്നും വിസിബിൾ ആവില്ല. ഒരു മലഞ്ചെരുവ് പോലെ ഇങ്ങനെ ആഴം കൂടി നല്ല ഡീപ്പ് സീയിലേക്ക് പോവുകയാണ്. നമുക്കിവിടെ വരെ പറ്റുള്ളൂ. നമുക്ക് പോകാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം വരെ അവനും ചെയ്യാൻ പറ്റി. കുഞ്ഞുങ്ങളെ ഡൈവിന് ഇറക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യുമെന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അത്രയും ഡീപ്പായിട്ട് സീയിലേക്ക് പോകുമ്പോൾ വായൊന്ന് തുറന്നാൽ വായിലേക്ക് നല്ല രീതിയിൽ വെള്ളം കയറും. പിന്നെ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ നമ്മളെക്കാളൊക്കെ വളരെ കൂളായിട്ട് അവർ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു കേട്ടോ. പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവർ പഠിപ്പിച്ച് വിട്ട മുദ്രകൾ കൂടാതെ സ്വന്തമായിട്ട് കുറച്ചധികം മുദ്രകളും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവർ. ക്യാമറ കാണുമ്പോൾ എന്തായാലും ഒരു ഇത്തിരി ചിരി പാസ്സാക്കണമല്ലോ. അങ്ങനെ ചെറുതായിട്ടൊന്ന് ചിരിച്ച കൂട്ടത്തിൽ കുറച്ചുപ്പുവെള്ളം വായിൽ പോയിന്ന് ആൾ തിരിച്ചു വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു കേട്ടോ. അങ്ങനെ അവനും ആ ഒരു ലോകം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ അഫ്ലുവാണ്. അഫ്ലുവിൻ്റെ വരവ് വളരെ സിനിമാറ്റിക് ലെവലിലായിരുന്നു കേട്ടോ. പോസൊക്കെ ആദ്യം തന്നെ പിടിച്ചിട്ടുണ്ട് ആൾ. മുദ്രകളൊക്കെ മനപ്പാടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ആൾക്ക് മീനുകളെ കണ്ടപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ആ വരുന്ന മീനുകളെയൊക്കെ ചാടി പിടിക്കാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു. വെറുതെ ആയില്ല, അങ്ങനെ ഓടിച്ചാടി പോയത് കൊണ്ട് ആൾക്ക് നല്ലൊരു മുട്ടൻ പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവളെ ശരിക്കും മീനുകൾക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു. അവളുടെ കൂടത്ത് പൊതിഞ്ഞ മീനുകളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും കിട്ടിയോന്ന് തന്നെ സംശയം തോന്നി. കാരണം അവളാണ് മീനുകളിൽ ഒരാളായിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നത്. മീനുകളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഓടിച്ചാടി നടക്കുമായിരുന്ന ആൾ കേട്ടോ. കാണുന്ന എല്ലാത്തിലും കയറി തൊടും. അങ്ങനെ തൊടരുതെന്ന് പ്രത്യേകം നമുക്ക് ഇൻസ്ട്രക്ഷൻ തന്നിട്ടാണ് അങ്ങോട്ട് വിട്ടത് തന്നെ. ഈ ആവേശം കൊണ്ട് ദേ കിട്ടുന്നു പണി. കണ്ടില്ലേ, ഇത് കടലിനടിയിലുള്ള ഒരു ചെടിയാണ്. ഇതിൽ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് റിയാക്ഷൻ ഉണ്ടാവും. നമ്മുടെ കൈ ഭയങ്കര ഇച്ചിങ് ആവും. ഇച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒന്നുമല്ല കേട്ടോ. എന്നിട്ട് ആളത് വീണ്ടും അതിൽ പോയി തൊട്ടു എന്നുള്ളതാണ്. അതൊന്ന് കൺഫേം ചെയ്യാനാണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ ചൊറിച്ചിലായി. ലാസ്റ്റ് അവൾക്ക് കടലിനടിയിൽ അങ്ങനെ നിൽക്കാൻ പറ്റാത്ത ലെവലിലേക്കായി. ആ ഒരു ചെടിയിൽ തൊടുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാകുന്നതാണ്. പക്ഷെ അവളത് വൃത്തിയായിട്ട് കൂടെ ഉണ്ടായിരുന്ന ബഡിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കേട്ടോ. അവളെ ആ സ്പോട്ടിൽ തന്നെ മുകളിലേക്ക് എത്തിച്ച് അതിനുവേണ്ട ഫസ്റ്റ് എയ്ഡുകളൊക്കെ കൊടുത്തു. എന്നിട്ട് വീണ്ടും ഡൈവിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അവൾ കുറച്ചൊന്ന് പകച്ചെങ്കിലും അവളും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തു. പക്ഷെ നമ്മുടെ ഇന്നോസിന് മാത്രം ഈ ഒരു നല്ല മനോഹരമായിട്ടുള്ളൊരു മൊമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. വേറൊന്നുമല്ല, അവൻ്റെ പ്രായം കുഞ്ഞായതുകൊണ്ട് അവനെ അവിടെ അലോ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷേ അവന് ഇനിയും ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. എന്നാലും അവൻ വിട്ടുകൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സ്നോർക്കലിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് അവനും ട്രിപ്പ് എൻജോയ് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ കടലിനടിയിലെ വിസ്മയ ലോകത്തുള്ള കുറച്ച് വാല്യുബിൾ ആയിട്ടുള്ള ടൈമിൻ്റെ വിശേഷങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. നല്ല അടിപൊളിയാണ്. എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാവുള്ളൂ, ഒരവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്യണം. ഇതൊക്കെ കണ്ടും കേട്ടും വേണ്ടേ നമ്മൾ ജീവിച്ചു പോകാൻ. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ഇനി പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കാണുന്നതും വരെ ബൈ. അസ്സലാമു അലൈക്കും.